ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കാലിക്കറ്റിൽ സരോവരത്തിൽ ട്രേഡ് സെൻറ്ററിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ജസ്റ്റ് 25 സിറ്റീസോളം വരുന്നൊരു ഫെസ്റ്റാണ് അവിടെ നടക്കുന്നത്, ഫുഡ് ഫെസ്റ്റ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോകാനാണ് ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നത്തെയും പോലെ തന്നെ ബസ്സിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത് കാരണം ഞങ്ങളൊരു 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എരഞ്ഞിപ്പാലത്ത് എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നെ ഒരു 10 മിനിറ്റും ഇല്ല, ഒരു 5 മിനിറ്റിനുള്ള യാത്രയേ ഉള്ളൂ ട്രേഡ് സെൻറ്ററിലേക്ക്. അങ്ങനെ ഞങ്ങൾ ട്രേഡ് സെൻറ്ററിലെത്തി. ബാക്കി ഫ്രണ്ട്സിനൊക്കെ അവിടെ നിന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ എൻട്രൻസിൽ ഞങ്ങൾ പാസ്സൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. കാരണം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓരോ സിറ്റീസും നമുക്കിങ്ങനെ ജസ്റ്റ് ഓരോ സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇവർ. അവിടെ ഒരു സിറ്റിയിൽ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് കൂപ്പൺ കിട്ടിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കൂപ്പണൊക്കെ എടുത്തു. ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് ഡൽഹി ആയിരുന്നു കേട്ടോ. നമ്മൾ എൻട്രൻസ് തന്നെ ഡൽഹി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് അമൃത്സർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു റോ കംപ്ലീറ്റ് ആക്കി. അംറോഹ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറേ ഡിഷസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ 3-4 തരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ. അങ്ങനെ ഞങ്ങൾക്ക് പൈനാപ്പിൾ ടിക്ക ഞങ്ങൾ കണ്ടു. അപ്പം പൈനാപ്പിൾ ടിക്ക എങ്ങനെ ഉണ്ടാവുമെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കനായിരുന്നു അപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളിൻ്റെതായിട്ടുള്ളൊരു ഫ്ലേവറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ആൻഡമാനിലുള്ള ഒരു ഫുഡാണ്. ഒരു ചമ്മന്തിയാണ്, ഒരു ടൈപ്പ് ഫിഷിൻ്റെതാണ് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഗുലാത്തിയാണ് കേട്ടോ. 100 റുപ്പീസ് ആയിരുന്നു ഇതിന് റേറ്റ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ബൗളിൽ കിട്ടുകയാണ് ചെയ്യുക. അപ്പം ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു പാൽപ്പായസത്തിനൊക്കെ ഒരു പാലട പായസം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ ഭഗൽപൂർ എത്തി കേട്ടോ. ഭഗൽപൂരിൽ നിന്ന് ഞങ്ങൾ എന്താ പറയുക, ഒരു കബാബാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷീഖ് കബാബ് എന്നാണ് ഇതിൻ്റെ പേര്. അത് ബീഫ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നോർമൽ കബാബുകളുടെ ടേസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അമൃത്സറിലെ സൂചി കാ ഹൽവയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റവേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതും അതുപോലെ ബ്രെഡിൻ്റെ ഒരു ഇതാണ്. ബ്രെഡിൻ്റെ ബോൾസാണ് ആ കാണുന്നത്. പിന്നെ ഇത് സ്വീറ്റും സാവറും അതുപോലെ തന്നെ മിൻറ്റ് ചട്നി, കേട് ഇതൊക്കെ വന്നിട്ടുള്ളൊരു ഡിഷായിരുന്നു. അത് ഞങ്ങൾ കഴിച്ചു നോക്കി. എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സലാഡ്സും അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഒരു സ്പൂണിലെടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ചു നോക്കി. എന്ന് പറയാൻ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാ ഫീലിങ്സും കൂടി ഒരുമിച്ചുള്ള ഒരു ഡിഷായിരുന്നു അതുണ്ടായിരുന്നത്. അതും കഴിച്ചു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും.
ഇപ്പോൾ ഈ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലായി ചിക്കനാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. മലായി ചിക്കനും അടിപൊളിയായിരുന്നു. ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ, പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചമ്പാരനിൽ പോയി നോക്കി. ചമ്പാരനിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മട്ടൻ്റെ സ്റ്റൂ ആയിരുന്നു. അപ്പം സ്റ്റൂ ആണെങ്കിൽ അത് എന്താ പറയുക, മട്ടൻ്റേത് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ലെങ്കിലും ഇതുപോലെ സ്നാക്സൊക്കെ ആക്കിയിട്ട് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് നോക്കിയതാണ്. മട്ടൻ പൊതുവേ കഴിക്കാറില്ല, എന്നാൽ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമായിരുന്നു ഈ സ്റ്റൂ എന്ന് പറയുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ ഹൈദരാബാദ് എത്തി കേട്ടോ. ഹൈദരാബാദിലാണെങ്കിൽ ഹലീം എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ് ഉണ്ടായിരുന്നു. അത് മട്ടൻ്റെതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് 300 റുപ്പീസ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അത് വാങ്ങിച്ച് അതും കഴിച്ച് നോക്കിയായിരുന്നു. അത് കുറേ എന്താ പറയുക, പല ടേസ്റ്റുകളാണ് ഇതിലുണ്ടായിരുന്നത്. എല്ലാ ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നോക്കി. അത് ക്വാണ്ടിറ്റി കുറച്ചുണ്ടായിരുന്നു, കഴിച്ചെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്തു ഞങ്ങൾ. അങ്ങനെ അത് കഴിച്ചപ്പോഴാണ്, ഹൈദരാബാദി ബിരിയാണിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാശ്മീരിലുള്ള ഒരു പുലാവ് ഉണ്ടായിരുന്നു. കാശ്മീരി പുലാവ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ലൈറ്റ് ഗ്രീൻ കളറിലായിരുന്നു പുലാവ് ഉണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് മട്ടൻ്റെ റിബ്സ് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും. പക്ഷെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാശ്മീരി പുലാവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഒരു കബാബാണ്. അപ്പം കബാബും പിന്നെ കാശ്മീരി പുലാവുമാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കൊൽക്കത്തയിലുള്ള ഒരു റോളാണ്, കാട്ടി റോൾ. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിനേക്കാളും നല്ലത് നമ്മൾ കാലിക്കറ്റിൽ കിട്ടുന്നത് തന്നെയായിരുന്നു. ഇത് സാധാരണ എനിക്കിഷ്ടമായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കൊൽക്കത്ത റോൾ തന്നെയാണ്. അവിടുത്തെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണെങ്കിൽ ഒരു സംഭാരം, ശരിക്കും പറഞ്ഞാൽ സോഡയെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ ഫുഡും ഒരുവിധമൊക്കെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം കുറച്ച് എന്താ പറയുക, നന്നായിട്ട് തന്നെ അവരവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഇന്നത്തെ ദിവസം. ഞങ്ങളൊരു സെൽഫി എടുക്കാനൊക്കെ നോക്കി, പക്ഷെ ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല. ലൈറ്റിൻ്റെ ഒരു കാരണം ഭയങ്കരമായിട്ട് ബ്ലറായിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെൽഫി എടുക്കാമെന്ന്. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ
ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് പോരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കാക്കൂർ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോയിലാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.